നമസ്കാരം. 100 ന്യൂസിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. നോക്കാം 100 വാർത്തകൾ വേഗത്തിൽ. ആദ്യം പ്രധാന വാർത്തകൾ. CMRL എക്സാലോജി കേസിൽ ED അന്വേഷണം തുടരാം. അന്വേഷണത്തിനെതിരായ CMRLന്റെ അപ്പീൽ തള്ളി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്. സുപ്രീം കോടതിയെ സമീപിക്കാൻ സാവകാശം നൽകണമെന്ന ആവശ്യവും പരിഗണിച്ചില്ല. കേസിൽ യഥാർത്ഥ പ്രതി പിണറായി വിജയൻ എന്ന് BJP സംസ്ഥാന ഉപാധ്യക്ഷൻ ഷോൺ ജോർജ്. അഴിമതി പണമാണ് വീണ കൈപ്പറ്റിയതെന്ന് മാത്യു കുഴൽനാടൻ MLA. തുടർ നടപടികൾ ആലോചിക്കാൻ ED ഉന്നതതല യോഗം കൊച്ചിയിൽ. റെയ്ഡ് നടത്തിയ ഉദ്യോഗസ്ഥർക്കെതിരായ അക്രമവും ചർച്ചയാകും. പോലീസിൽ സമഗ്രമാറ്റം വരുന്നു. SHO സംവിധാനം പൊളിച്ചെഴുതും. 414 പോലീസ് സ്റ്റേഷനുകളിൽ SIമാരെത്തും. DYSPമാരുടെ നേതൃത്വത്തിൽ സബ് ഡിവിഷനുകൾ. ADGP S ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള സമിതി DGPക്ക് റിപ്പോർട്ട് നൽകി. DGP ഉടൻ സർക്കാരിന് റിപ്പോർട്ട് കൈമാറും. സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ 2 മരണം. മരം കടപുഴകി വീണ് കൊടുങ്ങല്ലൂരിൽ സ്കൂട്ടർ യാത്രികന് ദാരുണാന്ത്യം. കോഴിക്കോട് ആംബുലൻസ് തെന്നി മറിഞ്ഞ് രോഗിയായ വയോധിക മരിച്ചു. എറണാകുളം തൃപ്പൂണിത്തുറയിൽ വീടുകളിൽ വെള്ളം കയറി. 8 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 6 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ്. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ ലക്ഷ്യം വെച്ച് ഗുരുതരാരോപണവുമായി മുൻ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ വിനോദിനി ബാലകൃഷ്ണൻ. CPIMന്റെ ഉന്നത നേതൃത്വം അവഗണിക്കുന്നു. കോടിയേരി മരിച്ചതിനു ശേഷം കുടുംബത്തെ തിരിഞ്ഞുപോലും നോക്കിയില്ല. ആവശ്യത്തിന് വിളിച്ചാൽ ഉന്നത PB അംഗം ഫോൺ പോലും എടുക്കാറില്ലെന്നും പച്ചക്കുതിര മാസികയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ വിനോദിനി. കോടിയേരിയുടെ കുടുംബം CPIMന്റെ ഭാഗമെന്നും പരാതി ഉണ്ടെങ്കിൽ പരിശോധിക്കുമെന്നും LDF കൺവീനർ TP രാമകൃഷ്ണൻ. പരാതിയെക്കുറിച്ച് അറിയില്ലെന്ന് EP ജയരാജൻ. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം വേണമെന്ന CPI സംസ്ഥാന ഘടകത്തിന്റെ നിലപാടിന് ദേശീയ നേതൃത്വത്തിന്റെ പിന്തുണ. ഉപനേതൃസ്ഥാനം ആവശ്യപ്പെടാൻ എല്ലാ യോഗ്യതയും CPIക്കുണ്ടെന്ന് ജനറൽ സെക്രട്ടറി D രാജ. CPI ആരുടെയും ഉപവിഭാഗമല്ലെന്നും പ്രതികരണം. ചർച്ചയിലൂടെ പരിഹരിക്കേണ്ട വിഷയമെന്നും തീരുമാനമെടുത്തിട്ടില്ലെന്നും LDF കൺവീനർ TP രാമകൃഷ്ണൻ. തിരഞ്ഞെടുപ്പ് തോൽവിയുടെ അന്തിമ വിശകലനത്തിനായി CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് തിരുവനന്തപുരത്ത്. പരീക്ഷാ വീഴ്ചകളിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധത്തിന് പിന്തുണയേറുന്നു. പ്രതിഷേധത്തിൽ പങ്കെടുക്കാൻ CPI നേതാവ് ആനി രാജ. വിഷയാധിഷ്ഠിത പിന്തുണയുമായി SFI. CJP സ്ഥാപകൻ അഭിജിത് ദീപ്കെ നാളെ ഇന്ത്യയിലെത്തും. ദീപ്കയുടെ വീടിനും പ്രതിഷേധം നടക്കുന്ന ഡൽഹിയിലും കനത്ത സുരക്ഷ. CJPയുടെ പ്രതിഷേധത്തിനെതിരായ ഹർജി അടിയന്തരമായി പരിഗണിക്കാൻ വിസമ്മതിച്ച് ഡൽഹി ഹൈക്കോടതി. സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ കർണാടകയിലെ DK ശിവകുമാർ മന്ത്രിസഭയിൽ പൊട്ടിത്തെറി. നഗരവികസന വകുപ്പ് നൽകാത്തതിൽ പ്രതിഷേധിച്ച് രാമലിംഗറെഡ്ഡി രാജിവെച്ചു. രാമലിംഗറെഡ്ഡിയുമായി സംസാരിക്കുമെന്ന് മുഖ്യമന്ത്രി DK ശിവകുമാർ. വകുപ്പ് വിഭജനത്തിൽ അതൃപ്തി അറിയിച്ച് KH മുനിയപ്പയും. BJPയുടെ അനുനയ നീക്കം ഫലം കണ്ടില്ല. തമിഴ്നാട് മുൻ അധ്യക്ഷൻ K അണ്ണാമലൈ പാർട്ടി വിട്ടു. രാജി അംഗീകരിച്ചു ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ. അണ്ണാമലയുടെ തുടർ നീക്കങ്ങളിൽ ആകാംക്ഷ. പുതിയ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചേക്കും. ഇന്ത്യ സഖ്യത്തിൽ ഭിന്നത രൂക്ഷമാകുന്നു. ലോക്സഭയിൽ പ്രത്യേക ബ്ലോക്കായി ഇരിക്കാൻ DMK. പ്രത്യേക ഇരിപ്പിടം വേണമെന്ന DMK ആവശ്യം ലോക്സഭാ സെക്രട്ടേറിയറ്റ് അംഗീകരിച്ചു. ഇന്ത്യ സഖ്യയോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള DMK തീരുമാനത്തിനെതിരെ വിമർശനവുമായി കോൺഗ്രസ് MP മാണിക്കം ടാഗോർ. കോൺഗ്രസ് ഇല്ലാതെ ഇന്ത്യ സഖ്യമില്ലെന്ന് പ്രതികരണം. BJPക്കും RSSനുമെതിരെ മതേതര പാർട്ടികളെ ഒന്നിപ്പിക്കുന്ന പ്രധാന ശക്തിയായി കോൺഗ്രസ് തുടരുമെന്നും മാണിക്കം ടാഗോർ. 12ാം ക്ലാസ് പുനർമൂല്യനിർണ്ണയത്തിന് നിന്ന് കോംപ്റ്റ് എഡ്യൂടെക്കിനെ ഒഴിവാക്കാൻ CBSE. തീരുമാനം മൂല്യനിർണ്ണയത്തിലെ വീഴ്ചകളുടെ പശ്ചാത്തലത്തിൽ. ഏജൻസിയുടെ പ്ലാറ്റ്ഫോം പുനർമൂല്യനിർണ്ണയത്തിനായി ഉപയോഗിക്കുക CBSEയുടെ സ്വന്തം പോർട്ടൽ. ഏജൻസി കൈവശം വെച്ച വിദ്യാർത്ഥികളുടെ പരീക്ഷാ ഡേറ്റ CBSEയുടെ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് മാറ്റി. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തിയ പരീക്ഷകളിലെ ചോദ്യപേപ്പർ ചോർച്ചയും ക്രമക്കേടുകളും സംബന്ധിച്ച് ധവളപത്രം പുറത്തിറക്കണമെന്ന് കോൺഗ്രസ്. കഴിഞ്ഞ 8 വർഷമായി NTA നടത്തിയ പരീക്ഷകളുടെ വിവരങ്ങൾ പുറത്തുവിടണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നേതാവ് ദിഗ്വിജയ് സിംഗ് പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. മമതാ ബാനർജിക്ക് തൃണമൂൽ കോൺഗ്രസ് നഷ്ടമായേക്കും. 23 ലോക്സഭാ MPമാർ വിമതപക്ഷത്ത്. പാർട്ടി സ്ഥാപക നേതാക്കളായ സുദീപ് ബന്ധോപാധ്യായും സൗഗത റോയിയും അടക്കം വിമതർക്കൊപ്പം. പാർട്ടി പിടിച്ചെടുക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ച വിമതർ BJPയിലേക്കില്ലെന്ന് നിലപാട്. മലപ്പുറം കോഹിനൂരിൽ ദേശീയപാതയിലുണ്ടായ വാഹനാപകടത്തിൽ 3 മരണം. നിർത്തിയിട്ട ലോറിയിൽ കാറിടിച്ച അപകടം. മരിച്ചത് പന്നിത്തടം സ്വദേശി ഷഫീദ്, ഭാര്യ ഷഹീന, ബന്ധു ജഹാന എന്നിവർ. കോഴിക്കോട് ആംബുലൻസ് മറിഞ്ഞ് വയോധികയായ രോഗി മരിച്ചു. മഴ മൂലം ആംബുലൻസ് തന്നെ അപകടം.
സർക്കാരിന്റെ ധവളപത്രത്തിലെ വാദങ്ങൾ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ബദൽ ധവളപത്രം ബജറ്റിന് മുൻപ് ഇറക്കാൻ LDF. ഓരോ വിമർശനങ്ങൾക്കും അക്കമിട്ട് മറുപടി പറയാൻ ആലോചന. വാർഷിക പദ്ധതി സംബന്ധിച്ച ആരോപണങ്ങൾക്ക് മറുപടി നൽകും. പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ സ്വകാര്യവൽക്കരണ നീക്കവും വിരമിക്കൽ പ്രായമുയർത്തലും എതിർക്കാനും CPIM. പൊതുമേഖലയുടെ സംരക്ഷണത്തിൽ നിഷേധാത്മക നിലപാടാണ് സർക്കാർ ധവളപത്രത്തിൽ സ്വീകരിച്ചതെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. എറണാകുളം മലയിടംതുരുത്ത് കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട് സർക്കാർ വിളിച്ച നിർണായക യോഗം ഇന്ന്. കളക്ടറേറ്റിൽ മന്ത്രി റോജി M. ജോണിന്റെ നേതൃത്വത്തിൽ ഉച്ചയ്ക്ക് 2 മണിക്ക് യോഗം. പ്രതിസന്ധി പരിഹരിക്കാനുള്ള മാർഗങ്ങൾ ചർച്ചയാകും. പുനരധിവാസം അംഗീകരിക്കില്ലെന്ന നിലപാടിൽ പ്രദേശവാസികൾ. കുടിയൊഴിപ്പിക്കൽ നടപടികൾ ഈ മാസം 16 വരെ താൽക്കാലികമായി തടഞ്ഞ് ഹൈക്കോടതി. മന്ത്രി സണ്ണി ജോസഫിനെതിരായ ബന്ധുനിയമന വിവാദത്തിനിടെ സർക്കാരിന്റെ ഔദ്യോഗിക വെബ്സൈറ്റുകൾ അപ്രത്യക്ഷം. ഉത്തരവുകൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുന്ന വെബ്സൈറ്റുകൾ അപ്രത്യക്ഷമായത് മന്ത്രിമാരുടെ സ്റ്റാഫുകളിലേക്കുള്ള നിയമനം പുരോഗമിക്കുന്നതിനിടെ അപ്ഗ്രഡേഷന്റെ ഭാഗമായ നടപടിയെന്ന പൊതുഭരണ വകുപ്പിന്റെ വിശദീകരണം. അഖിലേന്ത്യാ സീനിയർ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് ക്രമക്കേടിൽ CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി M. മെഹബൂബിനെതിരെ വിശ്വാസവഞ്ചനയ്ക്ക് കേസ്. UDF കൗൺസിലർ നാലകത്ത് ബഷീറാണ് കേസിൽ 1-ാം പ്രതി. 1 കോടിയിലധികം രൂപയുടെ ക്രമക്കേട് നടന്നതായി വിജിലൻസ് കണ്ടെത്തിയിരുന്നു. ജീവനക്കാരെ സസ്പെൻഡ് ചെയ്ത ഡൽഹി കേരള ഹൌസ് റെസിഡന്റ് കമ്മീഷണറുടെ നടപടിയിൽ ഫ്ലെക്സ് ബോർഡ് വെച്ച് പ്രതിഷേധിച്ചവർക്ക് കാരണം കാണിക്കൽ നോട്ടീസ്. 2 ജീവനക്കാർക്കാണ് കാരണം കാണിക്കൽ നോട്ടീസ്. മുഖ്യമന്ത്രി ഡൽഹിയിലുള്ളപ്പോൾ ബോർഡുകൾ സ്ഥാപിച്ചത് സുരക്ഷാ ലംഘനമെന്നാണ് നോട്ടീസിൽ. ലഹരിക്കെതിരായ ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ടിൽ വ്യാപക തിരച്ചിൽ. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് കാറിൽ കടത്തുകയായിരുന്ന 1200 കിലോ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. കൊല്ലം കൊട്ടിയം സ്വദേശി പിടിയിൽ. കോഴിക്കോട് 51 ഗ്രാം MDMA പിടിച്ചെടുത്തു. കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ സർക്കാർ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ആദ്യ യോഗം ഇന്ന്. യോഗം കോഴിക്കോട് റൂറൽ SP PT ഫറാഷിന്റെ നേതൃത്വത്തിൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് വൻ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെച്ച സ്ക്രീൻഷോട്ടിന്റെ ഉറവിടം കണ്ടെത്തുക അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം. പ്രത്യേക സംഘത്തിൽ വടകര സ്റ്റേഷനിലെ SHO ഉൾപ്പെടെ 7 ഉദ്യോഗസ്ഥർ. കലൂരിൽ പെൺകുട്ടികളെ ആക്രമിച്ച സംഭവത്തിൽ പ്രധാന പ്രതിയെ പിടികൂടാനാകാതെ പോലീസ്. പാലക്കാടും അയൽ സംസ്ഥാനങ്ങളിലും പ്രത്യേകം ടീമുകൾ രൂപീകരിച്ച അന്വേഷണം. CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ചു പോലീസ്. ജോലി കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന പെൺകുട്ടികളെ ആക്രമിച്ചത് 10 അംഗ സംഘം. മാനസികമായി പീഡിപ്പിച്ചെന്ന സൈക്യാട്രി വിഭാഗം PG വിദ്യാർത്ഥികളുടെ പരാതിയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 2 അധ്യാപകർക്കെതിരെ നടപടി. ഡോക്ടർ അനിതാകുമാരി, ഡോക്ടർ CI സ്മിത എന്നിവരെ സ്ഥലം മാറ്റി. നടപടി പ്രത്യേക അന്വേഷണ കമ്മീഷന്റെ കണ്ടെത്തലിന് പിന്നാലെ. രോഗികളുടെയും കൂട്ടിരിപ്പുകാരുടെയും മുന്നിൽ വെച്ച് അധ്യാപകർ നിരന്തരം അപമാനിക്കുന്നു എന്നായിരുന്നു പരാതി. പശ്ചിമേഷ്യയിൽ സമാധാന ശ്രമങ്ങൾ തുടരുന്നതിനിടെ ഇറാനെതിരെ ഭീഷണിയുമായി അമേരിക്കൻ പ്രസിഡന്റ്. ഇറാന്റെ സമ്പുഷ്ടീകരിച്ച യുറേനിയം കൈവശപ്പെടുത്താൻ അമേരിക്കയ്ക്ക് കരാറിന്റെ ആവശ്യമില്ലെന്ന് ട്രംപ്. നയതന്ത്ര രീതിയിലോ സൈനികമായോ ഇറാൻ യുദ്ധം അമേരിക്ക വിജയിക്കും. കരാർ സാധ്യമാകുന്ന പക്ഷം ഇറാൻ പരമോന്നത നേതാവ് മുസ്തഫ ഖമനയുമായി കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറെന്നും ട്രംപ്. റഷ്യയുമായുള്ള ബന്ധത്തിന്റെ പേരിൽ ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാനുള്ള അമേരിക്കൻ ശ്രമം വിലപ്പോവില്ലെന്ന് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. മോദിക്ക് മേലുള്ള ട്രംപിന്റെ സമ്മർദ്ദം അന്താരാഷ്ട്ര ബന്ധങ്ങൾക്ക് ദോഷകരം. ഇന്ത്യ റഷ്യയുടെ വിശ്വസ്തരായ പങ്കാളിയെന്നും പുടിൻ. നോക്കാം കേരളത്തിലെ പ്രധാന വാർത്തകൾ. ആലപ്പുഴയിൽ ഹൈവേ നിർമ്മാണത്തിലെ അപാകത ചൂണ്ടിക്കാട്ടി ദേശീയപാത ഉപരോധിച്ച് നാട്ടുകാരുടെ പ്രതിഷേധം. വീടുകളിൽ വെള്ളം കയറുന്നുവെന്ന് നാട്ടുകാർ. കനത്ത കാറ്റിലും മഴയിലും കോഴിക്കോട് മിഠായി തെരുവിൽ കടകളുടെ മേൽക്കൂര പറന്നുപോയി. സമീപത്തുള്ള ക്ഷേത്രത്തിന് മുകളിലേക്കാണ് മേൽക്കൂര വീണത്. തൃശൂർ മുള്ളൂർക്കരയിൽ ജനവാസ മേഖലയിൽ കാട്ടാനിറങ്ങി. ഇന്നലെ വൈകിട്ട് 7 മണിയോടെ എടപ്പാറ ഉന്നതിയിലും വാടക്കൽപ്പടി ഭാഗത്തും എത്തിയ കാട്ടാന ഇന്ന് പുലർച്ചെ 3 മണിവരെ പ്രദേശത്ത് തമ്പടിച്ചു. എറണാകുളം ചേരാനല്ലൂരിൽ MDMA പിടികൂടി എക്സൈസ്. സ്ത്രീ ഉൾപ്പെടെ 3 പേർ പിടിയിൽ. ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് ലഹരി വസ്തു പിടികൂടിയത്. കണ്ണൂർ കാവിൻമൂലയിൽ 2 കിലോ കഞ്ചാവ് പിടികൂടി. ബീഹാർ സ്വദേശിയിൽ നിന്നാണ് കഞ്ചാവ് പിടികൂടിയത്. ശക്തമായ കാറ്റിലും മഴയിലും തിരുവനന്തപുരത്ത് പെരിങ്ങമലയിൽ വീടിന് മുകളിലേക്ക് തെങ്ങ് കടപുഴകി വീണു. കാമരാജ് നഗർ സ്വദേശി ശാരദയുടെ വീടിന് മുകളിലേക്കാണ് തെങ്ങ് വീണത്. ശാരദ വീടിനുള്ളിൽ ഉണ്ടായിരുന്നെങ്കിലും രക്ഷപ്പെട്ടു.
ശക്തമായ മഴയെ തുടർന്ന് എറണാകുളം തൃപ്പൂണിത്തുറയിൽ വീടുകളിൽ വെള്ളം കയറിയത് തൃപ്പൂണിത്തുറ ഇടംപാടത്ത് ഇന്നലെ രാത്രി മുതൽ നിർത്താതെ പെയ്ത മഴയിലാണ് വീടുകളിലേക്ക് വെള്ളം കയറിയത്. വെള്ളക്കെട്ട് ഒഴിവാക്കാൻ നഗരസഭ ഒന്നും ചെയ്തില്ലെന്ന് പ്രദേശവാസികളുടെ വിമർശനം. നടുറോഡ് കയ്യേറി തിരുവനന്തപുരത്ത് കോർപ്പറേഷന്റെ പരിസ്ഥിതി ദിനാഘോഷം. തകരപ്പറമ്പിലാണ് റോഡ് തടസ്സപ്പെടുത്തി വേദിയൊരുക്കിയത്. വേദിക്ക് അനുമതി നൽകിയിട്ടില്ലെന്ന് പോലീസ്. കോഴിക്കോട് ജില്ലയിൽ 1,89,345 കുട്ടികൾക്ക് പൾസ് പോളിയോ തുള്ളിമരുന്ന് നൽകും. അതിഥി തൊഴിലാളി കുടുംബങ്ങളിൽ നിന്നുള്ള 1,260 കുട്ടികൾ ഉൾപ്പെടെ 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കാണ് തുള്ളിമരുന്ന് നൽകുക. സ്പെഷ്യൽ കേട്ടറ്റ് പരീക്ഷയ്ക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഇന്ന്. പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ അധ്യാപക അനധ്യാപക ജീവനക്കാർക്കും നിയമനം നേടി അംഗീകാരം കാത്തിരിക്കുന്നവർക്കും പരീക്ഷയ്ക്ക് അപേക്ഷിക്കാം. 26-27 തീയതികളിലായാണ് പരീക്ഷ. IHRDയുടെ നിയന്ത്രണത്തിലുള്ള ആലപ്പുഴ ചേർത്തല എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. താൽപ്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് ജൂൺ 8 വൈകിട്ട് 4 മണി വരെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. കോഴിക്കോട് ജില്ലയിൽ സിറ്റി ഗ്യാസ് ഡിസ്ട്രിബ്യൂഷന്റെ പൈപ്പ് ലൈൻ വഴി ഗ്യാസ് കണക്ഷൻ ലഭിച്ചവർ LPG സിലിണ്ടറുകൾ അതത് ഏജൻസിയിൽ ഉടൻ സറണ്ടർ ചെയ്യണമെന്ന് ജില്ലാ സപ്ലൈ ഓഫീസർ അറിയിച്ചു. സറണ്ടർ ചെയ്യുന്നവർക്ക് പിന്നീട് LPG കണക്ഷൻ നൽകുന്നതിൽ മുൻഗണന നൽകും. പേരാമ്പ്ര പോലീസ് കസ്റ്റഡിയിലെടുത്ത 2300 ലിറ്റർ ഡീസലിന്റെ പുനർലേലം ജൂൺ 10 ഉച്ചയ്ക്ക് 12 മണിക്ക് താലൂക്ക് സപ്ലൈ ഓഫീസിൽ നടക്കും. ജൂൺ 8 രാവിലെ 11 മുതൽ വൈകിട്ട് 3 വരെ ലേലവസ്തു പരിശോധിക്കാൻ അവസരമുണ്ടാകും. കോഴിക്കോട് സിറ്റി പോലീസ് യൂണിറ്റിലെ വിവിധ സ്റ്റേഷനുകളിൽ സൂക്ഷിച്ച 75 വാഹനങ്ങൾ ജൂൺ 8 ലേലം ചെയ്യും. വെബ്സൈറ്റ് മുഖേന രാവിലെ 11 മുതൽ 4:30 വരെയായിരിക്കും ലേലം. ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിലെ 2 വർഷ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ക്ലിനിക്കൽ ചൈൽഡ് ഡെവലപ്മെന്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 10 അപേക്ഷ സമർപ്പിക്കണം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് കേൾവിക്കുറവുള്ള വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കുന്ന BSc കമ്പ്യൂട്ടർ സയൻസ്, BCom, ബാച്ചിലർ ഓഫ് ഫൈൻ ആർട്സ് പ്രോഗ്രാമുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഈ മാസം 17. കോഴിക്കോട് കൊളത്തൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ദിവസവേതനത്തിൽ ഫാർമസിസ്റ്റ്, ലാബ് ടെക്നീഷ്യൻ, പാലിയേറ്റീവ് ഡ്രൈവർ എന്നിവരെ നിയമിക്കും. ജൂൺ 12 നന്മണ്ട ഗ്രാമപഞ്ചായത്ത് ഹാളിൽ അഭിമുഖം നടക്കും. കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മാതൃ ശിശു സംരക്ഷണ കേന്ദ്രം KASPക്ക് കീഴിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ ഫാർമസിസ്റ്റ് നിയമനം. ജൂൺ 9 രാവിലെ 11 മണിക്ക് അഭിമുഖം നടക്കും. പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന. കോഴിക്കോട് ജില്ലയിൽ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന് കീഴിൽ സൗജന്യ PSC പരീക്ഷാ പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. തിങ്കൾ മുതൽ വെള്ളി വരെ റെഗുലർ ബാച്ചും ശനി ഞായർ ദിവസങ്ങളിൽ ഹോളിഡേ ബാച്ചിലും പരിശീലനമുണ്ട്. 6 മാസത്തെ പരിശീലനത്തിന് ജൂൺ 24 വരെ അപേക്ഷിക്കാം. ഇനി ദേശീയ വാർത്തകൾ. ചെന്നൈ പെരമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്യൂട്ട് കേസിൽ പുരുഷന്റെ മൃതദേഹം കണ്ടെത്തി. മൃതദേഹത്തിൽ തലയും കൈകാലുകളുമില്ല. പോലീസ് അന്വേഷണം ആരംഭിച്ചു. മണിപ്പൂരിലെ കാങ്പോക്പിയിൽ ആക്രമണം. ഇന്ന് പുലർച്ചെയുണ്ടായ ആക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെട്ടു. മണിപ്പൂരിലെ ഇംഫാലിൽ വിമാനത്താവളത്തിൽ വൻ ലഹരിവേട്ട. 4 കിലോഗ്രാം ബ്രൗൺ ഷുഗറുമായി 2 പേർ പിടിയിൽ. യുവാക്കൾ പിടിയിലായത് സുരക്ഷാ പരിശോധനയ്ക്കിടെ. ഇന്ത്യ അമേരിക്ക ഇടക്കാല വ്യാപാര കരാറുടൻ. ഡൽഹിയിലെ 4 ദിവസത്തെ ചർച്ചകൾ വിജയകരം. ചരക്കുകളുടെ വ്യാപാരവും സാമ്പത്തിക സുരക്ഷയുമാണ് പ്രധാന ചർച്ചാ വിഷയങ്ങൾ. ഡൽഹി സർവകലാശാലയിലെ അധ്യാപകനെ മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് ശിവാജി കോളേജിലെ ഇംഗ്ലീഷ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ദേവോസ്മിത പോൾ. മൃതദേഹം കണ്ടെത്തിയത് അപ്പാർട്ട്മെന്റിൽ. കൊലപാതകമെന്ന് പ്രാഥമിക നിഗമനം. രാജ്യത്ത് അർബുദ മരുന്നുകൾക്ക് കടുത്ത ക്ഷാമം. സിസ്പ്ലാറ്റിനും കാർബോപ്ലാറ്റിനും വിപണിയിൽ ലഭ്യത കുറയുന്നു. ഹോർമോസ് പ്രതിസന്ധിയെ തുടർന്ന് അസംസ്കൃത വസ്തുക്കളുടെ വില വർദ്ധിച്ചതാണ് പ്രധാന കാരണം. ദേശീയ ഗവേണൻസ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. കേരള ഹൈക്കോടതിക്കും ഡിസ്കിനും അംഗീകാരം. പുരസ്കാരത്തിന് അർഹമായത് 16 പദ്ധതികൾ. തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ്ക്ക് കത്തയച്ച് പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിൻ. തമിഴ്നാട് സൂപ്പർ സ്പെഷ്യാലിറ്റി മെഡിക്കൽ സീറ്റുകൾ അഖിലേന്ത്യാ കോട്ടയിലേക്ക് മാറ്റരുതെന്ന ആവശ്യം. മുഖ്യമന്ത്രി അടിയന്തരമായി ഇടപെടണമെന്നും ഉദയനിധി സ്റ്റാലിൻ. രാജ്യാന്തര വാർത്തകളിലേക്ക്. ദക്ഷിണ ചൈന കടലിൽ പ്രാറ്റാസ് ദ്വീപിന് സമീപം ഏറ്റുമുട്ടി തായ്വാനും ചൈനീസ് തീരസംരക്ഷണ സേനയും. ഏറ്റുമുട്ടൽ 2 ആഴ്ചയ്ക്കുള്ളിൽ 2ാം തവണ. ദക്ഷിണാഫ്രിക്കയിൽ വംശീയ വിദ്വേഷ അക്രമം വർദ്ധിക്കുന്നു. പലായനം തുടർന്ന് മുസംബിക്കിൽ നിന്നുള്ള കുടിയേറ്റക്കാർ. ഉത്തര കൊറിയ സന്ദർശിക്കാൻ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്. ചൈന ഉത്തര കൊറിയ ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതും റഷ്യൻ സ്വാധീനം കുറയ്ക്കുന്നതും ലക്ഷ്യമാണ്.
ജൂൺ 8 മുതൽ 9 വരെ ഉത്തര കൊറിയ സന്ദർശിക്കും. ഒമാന്റെ എണ്ണക്കയറ്റുമതി കേന്ദ്രമായ മിന അൽ ഫഹൽ ടെർമിനലിൽ ഡ്രോൺ ആക്രമണം. കടലിലെ സിംഗിൾ ബോയ് മൂറിംഗിലെ 1ഉം 2ഉം ബർത്തുകൾക്കിടയിലാണ് സ്ഫോടനമുണ്ടായത്. ലബനനിലെ പുതിയ വെടിനിർത്തൽ കരാർ തള്ളി ഹിസ്ബുള്ള. തെക്കൻ ലബനനിൽ ഇസ്രയേൽ ആക്രമണം തുടരുന്നു. UK രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത് നിർത്തണമെന്ന് ഇലോൺ മസ്കിനോട് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ. UK സംബന്ധിച്ച് എക്സിലൂടെയുള്ള വിവിധ പ്രതികരണങ്ങൾ നിർത്തണമെന്ന ആവശ്യം. ക്യൂബൻ പ്രസിഡന്റിനെതിരെ US ഉപരോധം ഏർപ്പെടുത്തിയതായി ട്രഷറി വെബ്സൈറ്റ്. ഡയസ് കാനൽ ഭാര്യ ലിസ് ഹ്യൂസ്റ്റ എന്നിവർ ഉൾപ്പെടെ 4 പേർക്കും 5 സ്ഥാപനങ്ങൾക്കുമെതിരെ ഉപരോധം. ബിസിനസ് വാർത്തകൾ. സ്വർണ്ണവില ഈ മാസത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ പവന് 280 രൂപ കുറഞ്ഞ് 1,14,200 രൂപ. ഗ്രാമിന് 35 രൂപ താഴ്ന്ന് 14,275 ഇതോടെ 100 ന്യൂസ് പൂർണ്ണമാകുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.